ഇപ്പോൾ ആരോഗ്യമേഖല, കേരളത്തിൻ്റെ ആരോഗ്യമേഖല മികച്ചതാണ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ ESI നമുക്കറിയാം, പിന്നെ വെള്ളപ്പിനിശാല എന്ന് പറയുന്ന സ്ഥലത്ത് ഈവനിങ്ങിൽ ഒരു ചെറുപ്പക്കാരന് അസ്വസ്ഥതയുണ്ടായി. അവിടെ ചെന്നപ്പോൾ പബ്ലിക് ഹെൽത്ത് സെൻ്ററിൽ ചെന്നപ്പോൾ ആളില്ല, അയാൾ ശ്വാസം മുട്ടി മരണപ്പെട്ടു. ആ വാർത്ത സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് കേരളത്തിൽ വിളപ്പിൻശാലയിൽ ഈവനിങ് സമയത്ത്, സന്ധ്യാസമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഭാര്യയുമായി ചെന്ന് മരുന്ന് കിട്ടാതിരുമ്പോൾ ശ്വാസം മുട്ടി മരിച്ചു. ഇത്രേ പറയാവൂ. പക്ഷേ നമ്മൾ നോക്കൂ, ആരോഗ്യമേഖലയെ പറ്റി ഈവനിങ് ചർച്ചയാണ്, പക്ഷം പിടിക്കലാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യമേഖല നല്ലതാണോ മോശമാണോ എന്നുള്ള വിഷയത്തിലേക്ക് മീഡിയ കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു മീഡിയ പറയുന്നു ആരോഗ്യമേഖല മികച്ചതാണ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യമേഖലയാണ്, അവിടെ ഡോക്ടർമാരുണ്ടായിരുന്നു, ആ സമയത്ത് ഇന്നതുപോലെയാണ്. അപ്പം നമുക്ക് തോന്നും ശരിയാണോ? ചിലർ പറയും അവിടെ മുഴുവൻ തകർന്നു, പബ്ലിക് ഹെൽത്ത് സെൻ്റർ വർക്കിംഗ് അല്ല, ഡോക്ടർമാരില്ല. അപ്പോൾ ഈ രീതിയിൽ ആൾക്കാരെ മോൾഡ് ചെയ്യുന്നത് മാധ്യമപ്രവർത്തനമല്ല. അത് മാധ്യമപ്രവർത്തനത്തിനപ്പുറത്തേക്ക് അതൊരു അജണ്ട സെറ്റ് ചെയ്യാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുള്ള കാര്യം, നമ്മുടെ പല സുഹൃത്തുക്കളും, മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കൾ പല വാർത്തകളും നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ അവർ കൊടുക്കുന്നത് എഡിറ്റോറിയൽ പോളിസിയുണ്ട്. ആ പോളിസിക്ക് അപ്പുറത്തേക്ക് പോകത്തില്ല. നമ്മൾ ലൂസിഫർ സിനിമയിൽ കാണുന്ന ഒരു ഡയലോഗുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം വന്നിട്ട് ഒരു MBTV എന്ന് പറയുന്ന TV-യുടെ ഹെഡിനോട് സംസാരിക്കും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ 6 കോടി രൂപ വന്നിട്ടുണ്ട്, ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, എഴുതണമെന്ന് പറയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ മാധ്യമവും പൊളിറ്റിക്സും എന്ന് പറയുന്നത് ഒരു ചിക്കൻ അല്ലെങ്കിൽ എല്ലിൻ കഷണത്തിൻ്റെ 2 എൻഡ് കടിക്കുന്നവരാണെന്ന് പറയുന്നത് പോലെ മാധ്യമപ്രവർത്തനം മാറി എന്നുള്ളത് ഭയങ്കര ഭീകരതയാണ്. അതുകൊണ്ട് നമുക്കിതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ചിന്തിക്കാനോ അതിനെ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് സംസാരിക്കാനോ കഴിയുന്നില്ല. മാധ്യമപ്രവർത്തകർ അവരുടെ അജണ്ട, അവരുടെ പൊളിറ്റിക്സും അവരുടെ താല്പര്യവും അവരുടെ വാർത്തയിലൂടെ കടത്തിവിടുന്നതുകൊണ്ട് സംഭവിക്കുന്നത് ഇതിൽ ശരി ഏതാണ് ഇതിൽ തെറ്റേതാണ് എന്ന് ചിന്തിക്കാനുള്ള ശേഷി സമൂഹത്തിന് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്.